നമസ്കാരം, എൻ്റെ പേര് നിതിൻ AF എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ വയലൻസും പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ധാരാളം പേർ കുട്ടികളെ ഭയന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്തൊരു ട്രോള് കാണുവാനിടയിൽ അപ്പോൾ ഒരാൾ രണ്ടുപേര് തമ്മിലൊരു തർക്കം നടക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നിന്നെ അടിച്ച ഞാൻ നിൻ്റെ സഹോദരൻ വന്ന് എന്നെ അടിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയണം, അല്ല, എൻ്റെ +2 പഠിക്കുന്ന മോൻ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഭയാനകമായൊരു സോഷ്യൽ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മുൻപ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധം കുട്ടികളുടെ ഇടയിൽ ഈ ഒരു ഡ്രഗ്സും വയലൻസും വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ. പലരും ഒറ്റ കാരണത്തിലേക്ക് അതിനെ ചുരുക്കി കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും കോമ്പിനേഷൻസ് ഓഫ് ഡിഫറൻറ്റ് ഫാക്ടേഴ്സാണ് എന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, പലരും സിനിമയെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അത് ഒരു വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചിലർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പണ്ടും സിനിമകൾ വയലൻസ് കാണിച്ചിരുന്നു, ഇപ്പോഴും കാണിക്കുന്നു. പണ്ടുണ്ടായിരുന്ന വയലൻസ് സിനിമയിൽ കാണിച്ചിട്ട് ആരും ചെയ്തില്ല, ഇപ്പോഴുള്ള വയലൻസിൽ മാത്രമാണോ ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. അപ്പോൾ അതിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് സിനിമയിൽ വയലൻസും റേപ്പും ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന കാണിച്ചിരുന്നു. പക്ഷേ അതൊരു കോണ്ടെക്സ്റ്റിനനുസരിച്ചായിരുന്നു. ഒരു സിറ്റുവേഷനിൽ ആ ഒരു നീഡ് വരുന്ന സമയത്ത് ആ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സീന് കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ചില സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് വയലൻസാണ്. വയലൻസിനെ വച്ച് തന്നെയാണ് പല സിനിമകളും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതും ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നതും. പഞ്ച് ലൈനുകൾ തന്നെ പലപ്പോഴും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലാണ്. അപ്പം വില്ലനെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഈവിലിനെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് പല സിനിമകളും വരുന്നത്. അത് തന്നെ മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ്, അത്തരത്തിൽ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യപ്പെടുകയാണ്. അത് വലിയ രീതിയിൽ യങ്സ്റ്റേഴ്സിനെ, പ്രത്യേകിച്ച് അഡോളസൻസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ അട്രാക്റ്റ് ചെയ്യുകയാണ്. ഈ അടുത്ത കാലത്തിറങ്ങിയ 18 വയസ്സിന് മുകളിൽ കാണേണ്ടുന്ന പ്രായമുള്ളവർ കാണേണ്ടുന്ന സിനിമ പല കുട്ടികളും അവരുടെ ഐഡൻറ്റിറ്റി കറക്റ്റ് തിരുത്തിയും അല്ലാതെയൊക്കെ പല രീതിയിൽ കാണാൻ ശ്രമിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വയലൻസ് സിനിമയിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതും തീർച്ചയായിട്ടും കുട്ടികളുടെ ഇടയിൽ ഒരു വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സിന് പണിഷ്മെൻറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ രൂപപ്പെട്ട് വന്നിരിക്കുന്ന ചില പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങൾ കാരണം അധ്യാപകർക്കൊന്നും തന്നെ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര വലിയ തെറ്റ് കാണിച്ചാലും അധ്യാപകർ പേടിച്ച് ഭയന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇപ്പോൾ മുടി ഒരു നോർമൽ സ്കൂളിൽ ഒരു അക്കാഡമിക് സെറ്റിങ്സിൽ ഉള്ള ഡെക്കറത്തിന് അല്ലാത്ത രീതിയിൽ മുടി വളർത്തിക്കൊണ്ട് വന്നാൽ അത് വെട്ടാൻ പറഞ്ഞതിൻ്റെ പേരിൽ കേസ് വരെ നടത്തുന്ന ചില പ്രിൻസിപ്പൽമാരും അധ്യാപകരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ടുന്നതും നമ്മുടെ സൊസൈറ്റി വളരെ ഡീപ്പായിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട 2 പ്ലാറ്റ്ഫോമുകളാണ്. ഒന്ന് വീടും അതുപോലെ തന്നെ 2 സ്കൂളും എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷന് പോകുന്നത് നമ്മൾ കുറേ പുസ്തകത്തിലുള്ളത് കാണാതെ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ മാർക്ക് കിട്ടാനോ വേണ്ടി മാത്രമല്ല. നമ്മുടെ സ്വഭാവ രൂപീകരണം, സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. അപ്പോൾ അധ്യാപകർക്കും അതുപോലെ തന്നെ പാരൻസും പലരും കുട്ടികളെ ഇന്ന് ശിക്ഷിക്കാറില്ല തെറ്റായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിച്ചാൽ പോലും. അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹം കുറേ കൂടെ ആഴത്തിൽ ചിന്തിക്കേണ്ടുന്നതും വലിയ രീതിയിൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് റീസെൻ്റായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ചില ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണിഷ്മെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കി വരുന്നത് എന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പാരൻസിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യം നോക്കുമ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞാണ് വരുന്നത്. പല വീടുകളിലും കുട്ടികളുടെ എണ്ണം കുറവാണ്.
ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടികളില്ലാത്തൊക്കെ സാഹചര്യങ്ങളാണുള്ളത്. അപ്പം പലപ്പോഴും അവർക്ക് കുട്ടികളെ പണിഷ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് തന്നെ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹം കുറെ കൂടെ ആഴത്തിൽ വിലയിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നറേറ്റീവാണ് അല്ലെങ്കിൽ ഒരു ഐഡിയയാണ് ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ജെന്റിൽ പാരന്റിങ് ഓവർ എംഫസൈസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് കുട്ടികളുടെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടുന്ന ബിഹേവിയേഴ്സ് ഒന്നും കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ട് വളരെയേറെ ജെന്റിലായിപ്പോയി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. അത്രയും ജെന്റിലിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്നത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ പാരൻസും അതുപോലെ തന്നെ അധ്യാപകരും ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ ജെന്റിൽ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻ ബീയിങ്സ് ആർ ബേസിക്കലി നോട്ട് ഗുഡ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ, ഹ്യൂമൻ ബീയിങ്സ് ആർ ബേസിക്കലി ഗുഡ് എന്നുള്ള ഒരു നറേറ്റീവാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷേ അതിനെ കുറേ കൂടെ ക്രിട്ടിക്കലായിട്ട് ഡീപ്പായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പം നമ്മളൊക്കെ തന്നെ നമ്മളെ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മളെല്ലാം ബേസിക്കലി ഗുഡാണോ? നമ്മൾ എന്തുകൊണ്ടാണ് ഗുഡ് ചെയ്യുന്നത്? ഒന്നുകിലും നമുക്ക് ദൈവത്തെ ഭയമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ അല്ലെങ്കിൽ നിയമത്തെ പേടിയുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പലപ്പോഴും നമ്മൾ ഗുഡ് ബിഹേവിയേഴ്സ് ചെയ്യുന്നത്. അല്ല, ബേസിക്കലി നമ്മൾ ഗുഡല്ല. ഈ പറഞ്ഞ 3 ഫാക്ടേഴ്സും നമ്മളുടെ ചുറ്റും നിന്ന് മാറ്റിയാൽ നമ്മൾ ഗുഡ് ചെയ്യുമോ ബാഡ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സോഷ്യലൈസേഷനിലൂടെയാണ് ആക്ച്വലി അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഈ ജെന്റിൽ പാരന്റിങ് അതിൻ്റേതായ പ്ലേസിൽ യൂസ്ഫുൾ ആണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കുട്ടികളെ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഒരു ഫ്യൂച്ചറിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള കാര്യത്തിലൊക്കെ അത് യൂസ്ഫുൾ ആണ്. പക്ഷേ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അത് യൂസ്ഫുൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ കുട്ടികളെ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ സൊസൈറ്റി കുറേ കൂടെ ബെറ്റർ ആക്കാനും കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓവറായിട്ടുള്ള പാമ്പറിങ്. ഇപ്പം പല പാരൻസും കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ എന്ത് കിട്ടിയാലും ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. എന്ത് കിട്ടിയാലും അവർക്കൊരു സന്തോഷം കിട്ടത്തില്ല. കാരണം അവരൊരു ഓവർ ഇൻ്റലിജൻസ് ആണ്. ആവശ്യത്തിൽ കൂടുതൽ അവരുടെ ബേസിക് നീഡ്സും വാൺസും എല്ലാം മീറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർ ജീവിതത്തിൽ ഒരിക്കലും ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ സന്തോഷമോ കണ്ടെത്താൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് പല കുട്ടികളും വരുന്നുണ്ടെന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പിന്നീട് ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്തണമെങ്കിൽ അവർക്ക് നിലവിൽ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയുള്ള വേറെ എന്തെങ്കിലും സോഴ്സ് കണ്ടെത്തിയേ പറ്റും. ആ സമയത്ത് പല കുട്ടികളും ഡ്രഗ്സിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ പ്രശ്നം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലും അതിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ലെവലിൽ ട്രൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു സപ്ലൈ ലെവലിലെ മാനേജ്മെൻറ്റാണ്. പക്ഷേ സപ്ലൈ ലെവലിലെ മാനേജ്മെൻറ്റ് കൊണ്ട് മാത്രം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിനകത്തേക്ക് പോകാനുള്ള ഡിമാൻഡും സാഹചര്യങ്ങളും കുറയ്ക്കുക എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡ്രഗിൻ്റെ പ്രോബ്ലം മാനേജ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കൊരു ഫിസിക്കലായിട്ടുള്ള ഗെയിമുകൾ കളിക്കാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പം പല സ്കൂളുകളിലും കുട്ടികളെ ബ്രേക്ക് ടൈമിൽ കളിക്കാൻ അനുവദിക്കാറില്ല. പണ്ടൊക്കെ ഒരു 10-20 വർഷം മുന്നേ ഉള്ള കുട്ടികളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ബ്രേക്ക് ആവുന്ന നോക്കിയിരിക്കും ഗ്രൗണ്ടിലേക്ക് ഓടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിടാറേ ഇല്ല പല സ്കൂളുകളും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടുതലുള്ളൊരു പ്രായമാണ്. അപ്പോൾ ആ എനർജിയെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും അത് ലൂസ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ വെൻഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്ത് പോവുക. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു സ്ട്രാറ്റജിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്തുതാപരമായിട്ടുള്ളവരാണ്. കുട്ടികളെ
എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഫിസിക്കലായിട്ടുള്ള ഗെയിമുകൾ അവരെ കളിക്കാനായിട്ട് അനുവദിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം സ്കൂളുകളും അതുപോലെ തന്നെ നൈബർഹുഡിലും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പണ്ട് 2 മേഖലകളിലാണ് ഈ ഫിസിക്കൽ ഗെയിമുകൾ നടന്നുകൊണ്ടിരുന്നത്. ഒന്ന് സ്കൂളുകളിൽ, അതുപോലെ തന്നെ നൈബർഹുഡ്, അയൽവക്കക്കാർ. ഇപ്പം നമ്മൾ അയൽവക്കക്കാരെ കാണാറ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെവലപ്മെൻറ്റിനെയും അവരുടെ സ്വഭാവ രൂപീകരണത്തിനെയും എല്ലാം തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണിതെന്നുള്ളത് നമ്മൾ വസ്തുതാപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. അതായത് ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞ ജനറേഷനെയൊക്കെ തന്നെ മോൾഡ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോറൽ സ്റ്റോറീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു കഴിഞ്ഞ ജനറേഷനൊക്കെ തന്നെ അവരുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഒക്കെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മോറൽ സ്റ്റോറീസാണ്. മോസ്റ്റ്ലി റിലീജിയസ് ആയിട്ടുള്ള മിത്തോളജിക്കലായിട്ടുള്ള സ്റ്റോറീസാണ്. ഈ സ്റ്റോറീസൊക്കെ തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ ലോകത്ത് അവർ ജീവിക്കേണ്ടത്, ഈവിളിനെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾ കൂടുതലും പഠിച്ചിരുന്നത് ഈ മോറൽ സ്റ്റോറീസിൽ നിന്നാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നോക്കിയാലോ ആർക്കും മോറൽ സ്റ്റോറീസും അറിയില്ല, മോറൽ വാല്യൂസും അറിയില്ല, അല്ലെങ്കിൽ പാരൻസിന് അതിനുള്ള സമയവുമില്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ കാർട്ടൂൺ, അനിമെ, അതുപോലെ തന്നെ കൊറിയൻ ഡ്രാമ പോലുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മാറ്റി ഈ മോറൽ വാല്യൂ ഉള്ള മോറൽ സ്റ്റോറീസൊക്കെ കുട്ടികളുടെ ഇടയിലേക്ക് കൂടുതലായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വയലൻസും ഡ്രഗ്സും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കുറയ്ക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വളരെ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഇവോൾവ് ചെയ്ത് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.